തൂവലായൻ ഹൃത്തിൽ പറന്നുയരും മലയാളമേ, മനസ്സിൻ സ്വാന്തനമായി സ്നേഹക്കടലായി എന്നിലലിയും മലയാളമേ, മനസ്സിൻ സ്വാന്തനമായി സ്നേഹക്കടലായി എന്നിലലിയും മലയാളമേ, മനസ്സിൽ മാണിക്യവീണയായി, മനസ്സിൽ മാണിക്യവീണയായി പുനർജനിക്കും സോദരീ, പുനർജനിക്കും സോദരീ, നിന്മണ്ണിൽ വസിക്കാൻ കഴിയുന്നതെത്രയോ ഭാഗ്യമല്ലയോ, എത്രയോ ഭാഗ്യമല്ലയോ. എൻ മനസ്സിലൊരു പൂച്ചെണ്ടായി നിന്നെ ഞാൻ ചേർത്തു വയ്ക്കും അല്ലയോ പ്രിയ സഖീ, നിൻ വ്യതകൾ ഞാൻ അറിയുന്നു, നിൻ മരണം ഞാൻ തൊട്ടറിയുന്നു. കാലമെത്ര ചെന്നാലും നിൻ സൗന്ദര്യമേറിടും, നിൻ മാധുര്യം ഇരട്ടിയായിടും. നിൻ ശക്തിയോടും സൗന്ദര്യത്തോടും കിടപിടിക്കാൻ ആർക്കു കഴിയും എൻ മാതൃഹൃദയമേ, എൻ മാതൃഹൃദയമേ. ഓരോ മലയാളി മനസ്സുകളുടെയും തിളക്കമാണ്, മൂല്യമാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്ന മാതൃഭാഷ. എന്നാൽ നാം ഇത് തിരിച്ചറിയുന്നില്ല എന്നത് വലിയൊരു സത്യമാണ്. നമ്മുടെ ആ തിളക്കത്തെ, സുഗന്ധത്തെ നാം ഓരോരുത്തരും തിരിച്ചറിയണം. അത് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ അമ്മയെപ്പോലെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഭാഗ്യമുള്ളവളാണ്, യോഗ്യതയുള്ളവളാണ് നമ്മുടെ മലയാളം. ആ മലയാളത്തെ നാം ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. കാലം എത്ര ചെന്നാലും അതിൻ്റെ മാധുര്യവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ ഇരട്ടിയായിട്ട് വരും. അത് നമുക്ക് തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലൂടെ ഒരു വലിയ പ്രതീക്ഷ, വിമലയുടെ പ്രതീക്ഷ, കാത്തിരിപ്പ് ഒക്കെ വലിയ വാക്കുകളിലൂടെ വലിയ അർത്ഥതലങ്ങളിലേക്ക് മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയി. അതുപോലെ OB വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലൂടെ മലയാളി ഇന്ന് വരെയും വായിച്ചു വന്ന ആ ഒരു വായനയുടെ അതിർവരമ്പ് വിട്ടുകൊണ്ട് പുതിയൊരു നായകനെ മലയാളികൾക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ് OB വിജയൻ എന്ന് പറയുന്ന നോവലിസ്റ്റ്. ഇത്തരത്തിൽ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും മഹനീയത നമ്മുടെ മലയാളം എന്ന ഐച്ഛിക വിഷയത്തിനുണ്ട് എന്നുള്ള പരമപ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്.